എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. Seven of Swords, Five of Wands, King of Wands, two High Priestess Star Energy and നിങ്ങളുടെ മെയിൻ തീം Empress Energy ആണ്. അപ്പോൾ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ സെവൻ ഓഫ് സോർട്സ് എനർജിയാണ്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അടുത്തിടയ്ക്ക് ആരെങ്കിലും പ്രത്യേകിച്ച് അടുത്തിടയ്ക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അല്ലാതെ നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിയും ആവാം. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ ചതിവ് പറ്റാനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിലും പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട്, പ്രത്യേകിച്ച് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് മാത്രം വിശ്വസിക്കുക, ആലോചിച്ചിട്ട്. പിന്നെ എത്ര അടുപ്പമുള്ള ഒരാള് ആണ് എങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ പണം നൽകുകയാണ് ഒരാൾക്കെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഇപ്പോൾ ലക്ഷങ്ങളായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു രേഖയുമില്ലാതെ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഒരു രേഖ എന്തെങ്കിലും എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു രേഖയിലൂടെ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈട് വച്ചിട്ടോ മറ്റോ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. വെറുതെ കൊടുക്കുമ്പോൾ അതിനത്രയും ഒരു പ്രാധാന്യം ആ വ്യക്തി നൽകണമെന്നില്ല. മാത്രമല്ല വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധം തിരിച്ചു തരാൻ ആ വ്യക്തി കാണിക്കണമെന്നില്ല. പറ്റുമെങ്കിൽ ആർക്കും കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ശുദ്ധ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്ന്. പിന്നെ അനാവശ്യമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. സ്വർണമോ മറ്റൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാതിരിക്കുക. ബാങ്ക് ലോക്കറിലോ മറ്റേതെങ്കിലും രീതിയിൽ സുരക്ഷിതമായിട്ട് വയ്ക്കുന്നതായിരിക്കും ഉത്തമം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും തന്നെ ആവാം നിങ്ങൾക്ക് എതിരായിട്ട് പുറത്ത് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കും. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സമയം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഈ ഒരു മാസത്തിന്റെ തുടക്കം ആണ് ഈ ഒരു സിറ്റുവേഷൻ. ഈ ഒരു മാസം 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അതിനുശേഷം അങ്ങോട്ടേക്ക് നല്ല സമയമാണ്. വീട് വെക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൂര എന്നുള്ളൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഭാഗം കിട്ടിയിട്ടുള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് അവിടെ വീട് വയ്ക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുണ്ട്. വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആവാം. ജീവിതം ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരു സമയമാണ് പല ആളുകൾക്കും. ഈ ഒരു ഒക്ടോബർ മാസം ഏകദേശം ഒരു 7-ാം തീയതി 4-ാം തീയതിയോ 7-ാം തീയതിയോ ഒക്കെ ആ ഒരു സമയത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു സ്ഥിരത ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥിരത, ഒന്നിനൊരു സ്ഥിരത ഉണ്ടായിട്ടില്ല എങ്കിൽ സ്ഥിരമായിട്ട് ഒരു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓട്ടമായിരുന്നെങ്കിൽ ഒരു സ്ഥിരത ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ താമസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അങ്ങനെ മാറി മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പലയിടത്തായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന ഒരു സാധ്യതയുണ്ട്. അതേപോലെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ള ഒരു സ്ഥിര ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം, വീട് പാലുകാച്ചൽ അതുപോലുള്ള കാര്യങ്ങളുടെയും സന്തോഷം കാണിക്കുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഓണ്ടർപ്രണോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ
ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ നല്ലത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ് ഇനി അങ്ങോട്ടേക്കുള്ള മാസങ്ങളിലും ഒക്കെ, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ. ഇനി അഥവാ നിങ്ങൾ ബിസിനസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ജോലിയോടൊപ്പം സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ വിജയ സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്നതിനേക്കാൾ എപ്പോഴും നിങ്ങൾക്ക് വളരെ മികച്ചതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു തൃപ്തി കൂടുതൽ തോന്നുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഓൺട്രപ്രനോറിയൽ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ ഒരു ലയൺ എനർജിയാണ് നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു നാച്ചുറൽ ബോൺ ലീഡറാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഒരു സിംഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നാച്ചുറൽ ബോൺ ലീഡറാണ്. അപ്പോൾ സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അൾട്രാ സക്സസ്ഫുൾ ആകാനുള്ള ഒരു സാഹചര്യമുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ള രീതി. നിങ്ങൾക്ക് വലിയ വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ട്. ആ ഐഡിയാസ് ഒക്കെ എന്താ പറയാ, സത്യസന്ധമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ബിസിനസ് രംഗത്ത് നിങ്ങൾ ഉയർച്ച കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെ ആരും ശ്രമിക്കാത്തൊരു മേഖലയിലായിരിക്കും നിങ്ങൾ ചുവടുറപ്പിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങളൊരു അതായത് മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങളൊരു ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളെ പിന്തുടരുന്ന ഒത്തിരി ആളുകളുണ്ടാവും. അവർ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇവിടെ. വീണ്ടും ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി, സെക്കൻഡ് റോ ശരിക്കും ഹൈ പ്രീസ്റ്റേഴ്സ് സ്റ്റാർ എംപ്രസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ഫെമിനൈൻ എനർജി, ഒരു ഫെമിനൈൻ സ്ട്രെങ്ത് കൂടുതലായിട്ട് കാണിക്കും. ഫെമിനൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും സ്ത്രീ അല്ലെങ്കിൽ അതൊരു സ്ത്രീലിംഗം എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കാണാം. ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ അത്രയും ധൈര്യവും അത്രയും സ്ട്രോങ് അത്രയും ബോൾഡായിട്ടുള്ള എനർജിയാണ്. പക്ഷേ ബോൾഡാണ്, പക്ഷെ റൂഡല്ല എന്ന് പറയുന്ന പോലെയാണ്. അത് വേണ്ട കാര്യങ്ങൾ വേണ്ടിടത്ത് മാത്രമാണ് കാണിക്കുക. അല്ലാത്ത സമയം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ കാമായിട്ടുള്ള, കൂൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതേപോലെ തന്നെ ചില ആളുകൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്, ആത്മീയതയിലേക്ക് കൂടുതൽ സ്വയം ആത്മീയത ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചില ആളുകൾ അവരുടെ നിയോഗം എന്തെന്ന് മനസ്സിലാക്കുന്നതാവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പല സംഘർഷങ്ങളും അത് എന്തുകൊണ്ടാണ്, ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ നിയോഗം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സമയമാണ്. അതേപോലെ സ്റ്റാർ കാർഡാണ് ആ ഒരു പ്രപഞ്ച ശക്തി. അതായത് നിങ്ങൾ ചില ആളുകൾ, ഇത് എല്ലാവരും അല്ല, വളരെ ചുരുക്കം ചില ആളുകളും നിങ്ങൾ ആ ഒരു പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിയാനുള്ള ശ്രമം എന്നൊക്കെ പറയാവുന്നത്. മറ്റു പലർക്കും ഇതെന്ത് വട്ടാണ് എന്ന് തോന്നുന്ന രീതി പോലും നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, യൂണിവേഴ്സ്, മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും മനസ്സിൽ ആഗ്രഹിച്ചാലും അത് പെട്ടെന്ന് അപ്പം തന്നെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു കാറ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള പൈസ കയ്യിലുണ്ടാവണം. പിന്നെ അത് അപ്പോൾ പോയിട്ട് അവിടെ ബുക്ക് ചെയ്യാതെ ഇന്ന സമയത്തിനുള്ളിൽ കിട്ടുകയും വേണം. എല്ലാം ആ ഒരു ഇതിൽ വരികയാണെങ്കിൽ സമ്പത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് എത്താം. പെട്ടെന്ന് ഇപ്പോൾ കാർ ഡെലിവറി ആവാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് എല്ലാം പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു മാസമായിരിക്കും ഇത്. ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കുട്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി ആഗ്രഹിക്കാത്തവരാണെങ്കിലും ഒരു പ്രഗ്നൻസി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കുട്ടികൾ തൽക്കാലം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ച് വളരെ ശുഭമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാൻ ഇടവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ചുരുക്കം ചില ആളുകളിലും തീരെ പ്രതീക്ഷിക്കാതെ ഇനി ആഗ്രഹിക്കാതെ ഒരു പ്രഗ്നൻസി ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക, സെൽഫ് ലവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. തൃപ്തിയാണ്, ജീവിതത്തിൽ ഒരു തൃപ്തി വരുന്ന സമയമാണ് ഈ ഒരു മാസം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.